ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ്. ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് മാത്രമാണല്ലോ ഇപ്പോൾ ഫ്ലവർ ആയിട്ടുള്ളത്, അപ്പോൾ അത് തന്നെ കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അതിൻ്റെ ചുവട്ടിലൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ സെഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള കുറച്ച് കരിഞ്ഞ പൂക്കളും അങ്ങനെയൊക്കെ കാണുമല്ലോ, അങ്ങനെയൊക്കെ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് പ്ലാന്റിനെ നല്ല ഫ്രഷ് ആക്കി നിർത്താനായിട്ട് നോക്കും കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് പ്ലാന്റ് കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. കരിഞ്ഞ പൂക്കളും അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളും പഴുത്ത ഇലകളും ഒക്കെ അങ്ങ് പോയി കിട്ടുമ്പോൾ പ്ലാന്റ് ഒന്നുകൂടി ഒന്ന് കാണാനായിട്ട് നല്ലൊരു ഭംഗി തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ അതിലുള്ള കുറച്ച് ഇതുപോലുള്ള ഫ്ലവറൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു. പിന്നെ മൊത്തത്തിൽ എല്ലാ പ്ലാന്റും ഒന്ന് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിൻക ആയതുകൊണ്ട് തന്നെ അധികം കീടശല്യങ്ങൾ അങ്ങനെ ഉണ്ടാകാറില്ല, പുഴുക്കളുടെ ശല്യം അങ്ങനെയൊന്നും അധികം ഉണ്ടാവാറില്ല കേട്ടോ. എന്നാലും നമ്മുടെ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ലേ പെറ്റൂണിയയിൽ വന്ന ഇലപ്പേനുണ്ടല്ലോ, അതുപോലുള്ള ചില പ്രാണികൾ വന്നിരുന്നിട്ട് നീരൂറ്റി കുടിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലവറായി ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ തന്നെ നമുക്ക് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. ചിലരുണ്ട് എവിടെയെങ്കിലും ഇതുപോലെ പൂക്കളൊക്കെ നിറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അത് കൊള്ളാം, നമുക്കും അതുപോലെ വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഓടിപ്പോയി നഴ്സറിയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒക്കെ കുറേ ചെടികളൊക്കെ വാങ്ങിച്ച് അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒന്ന് പോട്ട് ചെയ്ത് അങ്ങ് മാറ്റി അങ്ങ് വെച്ചിട്ട് നമുക്കിതുപോലെ പൂക്കൾ വേണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ. നമ്മൾ ഒരു പ്ലാന്റ് മേടിച്ചാൽ അതിനെ എത്രത്തോളം സ്നേഹിക്കുന്നോ അതുപോലെ അത് തിരിച്ച് നമുക്ക് പൂക്കളായിട്ടൊക്കെ തന്ന് സ്നേഹിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഏതെങ്കിലും നട്ടു വെച്ചിട്ട് അതിനിപ്പോൾ ഫ്ലവർ ആയിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു മൂലയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. നല്ല രീതിയിൽ നമ്മൾ പ്ലാന്റിനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടത്തുള്ളേ. ഇത് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം നമ്മളിതുപോലെ രാവും പകലും ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഇതുപോലെ ഫ്ലവറായി നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനോട് നമ്മുടെ ചെടിയോടൊരു ഏത് കാര്യമായാലും അതിനോടൊരു താല്പര്യം വേണം, ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനോടുള്ള ഒരു ഇഷ്ടം വേണം, അതുപോലെ തന്നെ നല്ല ക്ഷമയും വേണം. നമ്മൾ കാത്തിരുന്ന് അതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ മൊട്ടും ഒക്കെ കാണാനായിട്ടുള്ള ഒരു ക്ഷമയും കൂടി വേണം. പിന്നെ കൊണ്ടുവച്ച ഉടനെ പൂക്കളാകണം എന്നൊക്കെ വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിനിപ്പോൾ പ്ലാന്റിനോടായാലും ഏത് കാര്യത്തോടായാലും നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ഇത് നമ്മുടെ ഹാങ്ങിങ് വെറൈറ്റിയാണ് കേട്ടോ. ബർഗണ്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതിപ്പോൾ ഒരു ബേസിനിൽ നട്ടു വെച്ചേക്കുമായിരുന്നു കേട്ടോ, കട്ടിങ്സ് എടുക്കാനൊക്കെ ആയിട്ട്. അതിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ് നമുക്ക് വിരിഞ്ഞിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. മറു സൈഡിൽ നമുക്ക് ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് ഇത് നമ്മുടെ സീഡ് അന്ന് പാകിയിരുന്നില്ലേ, അത് മുളച്ചു വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സീഡിൻ്റെ കാര്യം പറയുവാണെങ്കിലും നമ്മൾ നല്ല കെയർ കൊടുത്താൽ മാത്രമേ നമുക്ക് സീഡിനെ നല്ലൊരു പ്ലാന്റാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം അത് പാകി പിന്നെ അതിൻ്റെ നനവ് കറക്റ്റ് നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് പ്ലാന്റ് പോകും കേട്ടോ. ഒരുപാട് വെള്ളം ആകാനും പാടില്ല, എന്നാൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മളിപ്പം സീഡൊക്കെ പാകിയിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ പ്ലാന്റ് എന്തായാലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇതുപോലെ എല്ലാ ഫ്ലവറുകളൊക്കെ കരിഞ്ഞ ഫ്ലവറൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ അടുത്ത ജോലി എന്ന് വെച്ചാൽ നമുക്ക് മുറ്റം ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ ഞാൻ വൈകുന്നേരം തൂക്കുന്നത് കൊണ്ട് അധികം കരിയിലോ ചവർ അങ്ങനെയൊന്നും കാണത്തില്ല കേട്ടോ. എന്നാലും നമുക്ക് രാവിലെ ഇതുപോലെ നമ്മൾ കരിഞ്ഞ ഫ്ലവറൊക്കെ എടുത്തിടുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷം തോന്നും കേട്ടോ. ഒന്നും ഇല്ലെങ്കിലും ചവറുകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ മുറ്റത്തൊന്ന് കൈ ഓടിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. മുറ്റമൊക്കെ ഒന്ന് ക്ലീനായി കിടക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ അധികം അങ്ങനെ ചപ്പും ചവറും ഒന്നും ഇല്ല, എന്നാലും ഞാനിന്ന് രാവിലെ ഇതുപോലെ തൂത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും നമ്മൾ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷമാണല്ലോ വിളക്കൊരുക്കലും മറ്റ് പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ
അപ്പോഴും അതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ രാവിലെയും ഇതുപോലെ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് അനുഭവപ്പെടും. മുറ്റമൊക്കെ ഒന്ന് ക്ലീനായി കിടക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ഞാൻ ആദ്യം നോക്കുന്നത് എത്രത്തോളം ചെടികളുണ്ട്, അതെങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്, മുറ്റമൊക്കെ എത്ര ക്ലീനായിട്ടിരിപ്പുണ്ട് എന്നൊക്കെയാണ് കേട്ടോ. മുറ്റം മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമല്ലോ എത്രത്തോളം ക്ലീനാണ്, ഞാൻ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ. പിന്നെ നമ്മളിപ്പം അധികം വീടുകളിലൊന്നും ചെന്നാൽ നമ്മൾ അകത്തോട്ടൊന്നും കയറാറില്ലല്ലോ, പുറത്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഗാർഡനിലുള്ള പൂക്കളും അതുപോലെ തന്നെ അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നോക്കുന്നത്. പിന്നെ മുറ്റമൊക്കെ ക്ലീനായി കിടക്കുക, അതൊക്കെ ആയിരിക്കും നോക്കുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇൻ്റർലോക്കും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. നമുക്ക് ഈ മുറ്റത്ത് നല്ല ചരളാണ് കേട്ടോ കിടക്കുന്നത്. നല്ല രീതിയിൽ ഒതുക്കിയൊക്കെ ഇട്ടപ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗി നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. പിന്നെ അടുത്തത് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ എല്ലാ ചെടിക്കും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഫ്രഷാക്കി നിർത്തും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ പ്ലാന്റിന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നിൽക്കും. ഇത് നമ്മുടെ ബ്ലാക്ക് മൂൺ വിൻകയാണ് കേട്ടോ. ബ്ലാക്ക് മൂൺ വിൻകയുടെ നമ്മളൊരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. കുറച്ച് സീഡേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ സീഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആകുമ്പോൾ വീണ്ടും സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രത്തോളം കൊടുക്കാനായിട്ടില്ല. ആ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് മൂണിൻ്റെ. കുറച്ച് തൈയൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ സീഡൊക്കെ ഒത്തിരി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് പേർ കൂടിയൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു 10-12 പേർക്ക് കൊടുക്കാനുള്ള സീഡേ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് തന്നെ മെസ്സേജസ് വന്ന് പിന്നെ നമുക്ക് പേയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് അയക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി നമ്മുടെ വിൻകയിലൊക്കെ സീഡ് അങ്ങനെ അധികം വരുന്നില്ല, ഇങ്ങനെ ഫ്ലവറായി നിൽക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ സീഡ് മെച്ചുവേർഡായി വരാനൊക്കെ കുറച്ച് താമസം വരും. അപ്പോൾ ആ സീഡൊക്കെ റെഡി ആവുന്ന സമയത്ത് അതിൻ്റെ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് 6K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്, ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉടനെ തന്നെ 6K ആക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ 6K ആവുന്ന സമയത്ത് നമ്മളൊരു ഗിവ് അവേ ഒക്കെ വെക്കുന്നതായിരിക്കും. അതിന് പ്ലാന്റ് ആയിരിക്കത്തില്ല, സീഡായിരിക്കും കേട്ടോ. ബ്ലാക്ക് മൂണിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വിൻകയുടെയൊക്കെ സീഡൊക്കെ ആയിരിക്കും നമ്മൾ ഗിവ് അവേയിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ 6K ആവാനായിട്ട് നിങ്ങളും കൂടി ഒന്ന് സഹായിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ അതിന് ശേഷം ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇലയും പൂക്കളും ഒക്കെ നല്ല ഫ്രഷായിട്ട് നിന്നോളും. ഇത് ഇത്തിരി ഫോഴ്സിന് വീണു പോയി കേട്ടോ വെള്ളം. ഞാൻ ഇത്ര വലുതായിട്ട് അങ്ങനെ ആ ഒരു ശക്തിയിലൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല, വളരെ പതുക്കെയൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒഴിച്ചപ്പോൾ ഇത്തിരി ഒന്ന് പ്രഷർ കൂടി ഇത്തിരി ശക്തിയായിട്ടൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഈ ഫ്ലവറൊന്നും കൊഴിഞ്ഞു പോകത്തില്ല. നമ്മൾ ഏകദേശം കൊഴിയാറായ ഫ്ലവറും കരിഞ്ഞ ഫ്ലവറും അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറു സൈഡിലുള്ള പ്ലാന്റ്സിനും മൊത്തത്തിൽ നമ്മളിതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.